ഹായ് ഓൾ. ഇന്ന് നമ്മൾ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഇതിൽ പറയുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്കറിയാം അല്ലേ? യെസ്, 1 × 2 എന്ന് പറഞ്ഞാൽ 1നെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു സംഖ്യേനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ എന്താണ് 1 × 2 1 × 3 അങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറ് അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അപ്പോൾ 1നെ ആണെങ്കിൽ 1 × 1 × 1 × 1 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പീറ്റഡ്ലി ഒറ്റ തവണ 2 തവണ ഒരു നമ്പറിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് 1 × 1 2 × 2 3 × 3 അങ്ങനെ ഒരു നമ്പറിനെ വീണ്ടും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു നമ്പറിനെ 2 തവണയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 1 × 1 എന്ന് പറയുന്നത് എന്താണ്? 1 സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, 2 × 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, 3 × 3 3 സ്ക്വയർ, 4 × 4 4 സ്ക്വയർ, 5 × 5 5 സ്ക്വയർ. അങ്ങനെ നമുക്ക് ഏത് നമ്പറിൻ്റെയും സ്ക്വയർ കാണാം. ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 3.5 2.8 അങ്ങനെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1/2 3/5 ഇങ്ങനെ പറയുന്ന ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് ആ നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ പോകുന്ന നമ്പറാണ് അല്ലേ? അതായത് അതിൻ്റെ കൂടെ ഒരു പോയിൻ്റ് നമ്പർ ഉണ്ടാവില്ല, അതുപോലെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നാച്ചുറൽ നമ്പേഴ്സിന് സ്ക്വയർ ഉണ്ടാവില്ല. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇങ്ങനെ ഓരോന്നിനും നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് അറിയോ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാ നോക്കാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ഓക്കെ, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്, 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം അഥവാ സ്ക്വയർ പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കാണാണ്ട് ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനെ നമ്മൾ ആവർത്തന ഗുണനം എന്ന് പറയും. ആവർത്തന ഗുണനം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ്. അപ്പോൾ നമ്മൾ 1നെ 1 കൊണ്ട് ഗുണിക്കുന്നതിന് 1ൻ്റെ വർഗ്ഗം എന്നാണ് പറയുക, 2നെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് 2ൻ്റെ വർഗ്ഗം എന്ന് പറയും, 4നെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് 4ൻ്റെ വർഗ്ഗം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ 2ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 2ന് മുകളിലായിട്ട് ഒരു കുഞ്ഞ് 2 കൂടെ ഇട്ട് കൊടുക്കും. ഓക്കെ, അതേപോലെ 3ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇട്ട് കൊടുക്കും? 3 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതാണ് 3ൻ്റെ വർഗ്ഗം അഥവാ 3 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി അതിന് ശേഷം വരുന്ന സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കൽ അതായത് ബൈഹാർട്ടായിട്ട് പഠിക്കൽ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഒരു സംഖ്യയുടെ വർഗ്ഗം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് മുമ്പേ നമുക്ക് ഇപ്പോൾ 10 20 30 40 50 അങ്ങനെ പോകുന്ന സംഖ്യകളുണ്ടല്ലോ, അവയുടെ വർഗ്ഗം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൻ്റെ വർഗ്ഗം എന്ന് പറയും. 10ൻ്റെ വർഗ്ഗം അല്ലേ? ഓക്കെ, 10ൻ്റെ വർഗ്ഗം 10 സ്ക്വയർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 0 ഒഴിവാക്കിയാൽ ബാക്കി ഇവിടെ ഉണ്ടാകുന്ന സംഖ്യയാണ് 1. ഈ 1ൻ്റെ വർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ 1ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 1ൻ്റെ വർഗ്ഗം 1 തന്നെയാണ് അല്ലേ?
ഇനി ഇവിടെ ഒരു 0 ആയതുകൊണ്ട് നമുക്കിവിടെ വർഗ്ഗം കണ്ടുപിടിക്കുമ്പോൾ 2 0 ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 100-നാണ് വർഗ്ഗം കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 ഒഴിവാക്കിയാൽ ബാക്കി ഉണ്ടാവുന്നത് 1 ആ 1-ൻ്റെ വർഗ്ഗം 1 തന്നെയാണ്. ഇവിടെ 2 0 ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൽ 4 സീറോസ് വരും. ഇങ്ങനെയാണ് നമ്മൾ 0-ൽ അവസാനിക്കുന്ന 0-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മറ്റൊരു സംഖ്യ നോക്കാം. ഇപ്പോൾ 20 ആണെന്ന് വിചാരിക്കുക. 20-യുടെ വർഗ്ഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ 0 ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 2ആണ്. 2-ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. പിന്നെ നമുക്ക് ഒരു 0 ആണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 0 ഇട്ട് കൊടുക്കണം. ഇനി 200 ആണെങ്കിലോ ഇങ്ങനെ വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-ൻ്റെ വർഗ്ഗം 4 ആണ്. ഇവിടെ 2 0 ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, 4 സീറോസ് വരും. ഓക്കെ, സെറ്റല്ലേ. ഇനി നോക്കട്ടെ, 30-യുടെ വർഗ്ഗം എന്താണ്, 30-ൻ്റെ വർഗ്ഗം ആദ്യം നമ്മൾ 3-ൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കുന്നു. 3-ൻ്റെത് 9 ആണ്. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് ആൻസറിൽ 2 0 വരും. ഇനി 50-യുടേതാണെങ്കിലോ, 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5-ൻ്റെ വർഗ്ഗം 25 ആണ്. ഒരു 0 ആണ്. സോ ഇവിടെ 2 0 വരും. ഇങ്ങനെയാണ് നമ്മൾ 0-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് മറ്റുള്ള സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 21 എന്നാണ് നമുക്കിവിടെ ആദ്യം തന്നിട്ടുള്ള സംഖ്യ. ഈ 21-നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, ആദ്യം ഒരു 0-ൽ അവസാനിക്കുന്ന സംഖ്യ എന്ന രീതിയിൽ എഴുതും. പ്ലസ് അടുത്ത സംഖ്യ, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് 21-നെ 20 + 1 എന്ന് എഴുതാം. അപ്പോൾ 32 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കണം, 30 + 2 എന്ന് കൊടുക്കണം. മനസ്സിലായല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതിയിട്ട് നമ്മളിനി ഇതുപോലൊരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ആ ബോക്സിന് മുകളിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 സംഖ്യകളും കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ 20 1 ഇങ്ങനെ എഴുതും. അപ്പോൾ 21 ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഗ്രിഡായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ്, ഇതുപോലെ വരച്ചിട്ടിപ്പോൾ 21 × 10 13 ആണെങ്കിൽ 13 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യും, ഇവിടെ 20 കൊടുക്കും, 1 കൊടുക്കും, ഇവിടെ 10 കൊടുക്കും, 3 കൊടുക്കും. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, രണ്ടും ഒരു സംഖ്യ തന്നെയാണ് അല്ലേ. സോ 20 × 1, ഇവിടെ എന്ത് കൊടുക്കും നമ്മൾ, 20, ഇവിടെയും 1 കൊടുക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ വർഗ്ഗം കാണാനായപ്പോൾ ആ ബോക്സിൻ്റെ മുകളിലും സൈഡിലും എന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുത്തു, അങ്ങനെ എഴുതിയിട്ട് ഇനി ഈ ഒരു ബോക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് നോക്കുക. ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ കാണുന്ന സംഖ്യ 20 ആണ്, സൈഡിൽ കാണുന്ന സംഖ്യ 20 ആണ്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ഇവിടെ എഴുതാം 20 × 20. ഈ 20 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20-ൻ്റെ വർഗ്ഗം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 20 × 20 എന്ന് പറഞ്ഞാൽ 2-ൻ്റെ വർഗ്ഗം കാണുന്നു. അപ്പോൾ 4 ആണ്, 400 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത ബോക്സിൽ നമ്മൾ നോക്കാം. ഈ ഒരു ബോക്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് മുകളിലുള്ളത് 1 ആണ്, സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ 20 ആണ് അല്ലേ. സോ നമ്മൾ 20 × 1 എന്ത് വരുന്നുണ്ട്, 20 × 1 20 തന്നെ വരും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിൻ്റെ മുകളിലുള്ളത് 20 ആണ്, സൈഡിലുള്ളത് 1 ആണ്. സോ 20 × 1 വീണ്ടും നമുക്ക് എന്ത് കിട്ടി, 20 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത് എന്താ വരുന്നത്, മുകളിൽ ഈ ബോക്സിൻ്റെ മുകളിലുള്ളത് 1 ആണ്, സൈഡിലുള്ളത് 1 ആണ്. 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കും. അപ്പോൾ 400 + 20 + 20, അതായത് ഞാൻ 40 എന്ന് എഴുതി, +1 എന്ത് കിട്ടി, 441 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ 21-ൻ്റെ വർഗ്ഗം നമുക്ക് ഇതുപോലെ ബോക്സ് വരച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന സംഖ്യയും ഇവിടെ ഉണ്ടാകുന്ന സംഖ്യയും സെയിം ആയിരിക്കും. അതിന് നമ്മൾക്ക് 2 × 20 എന്ന് എഴുതിക്കൂടെ. യെസ്, 2 × 20. ഇനി നോക്കുക, ഇവിടെ ഉള്ള ഈ സംഖ്യ എന്ന് പറയുന്നത് 20-ൻ്റെ വർഗ്ഗമാണ് അല്ലേ. അതായത് നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ 20, ഈ 20-ൻ്റെ വർഗ്ഗമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള സംഖ്യ എന്താ വരുന്നത്, ഈ രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 1-ൻ്റെ വർഗ്ഗവുമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 20 × 20 × 2, അത് 2 × 20 എന്നാണ് വരിക. അപ്പോൾ ഈ 20 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 20-ൻ്റെയും 1-ൻ്റെയും ഗുണനഫലമാണ്, മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, അതാണ് ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതും കൂടെ ചെയ്ത് നോക്കാം, ഒരു 15 കൂടെ ചെയ്ത് നോക്കാം അല്ലേ. 15-ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 10 + 5 എന്നാണ് അല്ലേ. 15-നെ നമുക്ക് 10 + 5 എന്ന് കൊടുക്കാം. 15-ൻ്റെ വർഗ്ഗത്തിന് നമുക്ക് എന്ത് പറയാം, യെസ്, അതിൻ്റെ വർഗ്ഗം 10-ൻ്റെ വർഗ്ഗം 10 + 5 ഓൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 10 എഴുതുന്നു, ഇവിടെ 5 എഴുതുന്നു, വീണ്ടും ഇവിടെ 10 എഴുതുന്നു, ഇവിടെ 5 എഴുതുന്നു. 10 × 10 100 എന്ന് വരും. ഇനി
ഈ ബോക്സ് നോക്കുമ്പോൾ 5 × 10 50 എന്ന് വരും. ഇവിടെയും 10 × 5 അല്ലേ 50 എന്ന് വരും. ഇനി ഇവിടെയാണെങ്കിലോ 5 × 5 25 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 100, 50 + 50 വീണ്ടും 100, 25 എന്ത് കിട്ടും നമുക്ക്? 225 എന്ന് കിട്ടും. അപ്പോഴും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 10 + 5 എന്നാണ്. ഈ ബോക്സിൽ വരുന്നത് ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സംഖ്യയുടെ വർഗ്ഗമാണ്. ലാസ്റ്റ് ബോക്സിൽ വരുന്നത് ഈ ഒരു സംഖ്യയുടെ വർഗ്ഗമാണ് അല്ലേ. 10ൻ്റെ വർഗ്ഗമാണ് 100, 5ൻ്റെ വർഗ്ഗമാണ് 25. പിന്നെ അത് തമ്മിൽ ഗുണിക്കുക 10 × 5 അതാണ് ഈ ബോക്സിൽ വരുന്നത്. അതേപോലെ ഈ ബോക്സിലും അത് തന്നെയാണ് വരുന്നത്. അതായത് നമുക്ക് 2 × 10 × 5 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോർമുല മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 21-ന് നമ്മൾ എന്ത് കൊടുക്കും? നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇതിനെ തന്നെ ഈ ബോക്സ് വരയ്ക്കാണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 21-ന് നമുക്ക് 20 + 1 എന്ന് എഴുതാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൽ എന്താണ് വരുന്നത്? ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് അല്ലേ. സോ നമുക്ക് 20ൻ്റെ വർഗ്ഗം എന്ന് ആദ്യം കൊടുക്കാം. പ്ലസ് പിന്നെയോ ഈ 2 ബോക്സുകളിലായിട്ട് എന്താണ് വന്നിട്ടുണ്ടായിരുന്നത്? ഈ 2 സംഖ്യനെയും ഗുണിച്ചതല്ല 20 × 1 അല്ലേ. അപ്പോൾ 2 ബോക്സിലും ഒന്നായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 × 20 × 1 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ബോക്സിൽ വരുന്നത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അടുത്ത സംഖ്യയുടെ വർഗ്ഗം, അതായത് 1². ഇനി 20ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ വർഗ്ഗം 4 പിന്നെ നമ്മൾ 2 0 ഇട്ട് കൊടുക്കുന്നു. പ്ലസ് 2 × 20 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 × 1 അല്ലേ. 40 + 1 എന്ത് കിട്ടും നമുക്ക്? 441 എന്ന് കിട്ടൂലേ. യെസ്. ഇതേപോലെ തന്നെ നമുക്ക് 25 ഒന്ന് ചെയ്ത് നോക്കാം. 25-ന് നമുക്ക് എന്ത് കൊടുക്കും? യെസ്, 25²-ന് 20 + 5 the whole square എന്ന് കൊടുക്കും. ഇനി ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ ആയിട്ടുള്ള 20ൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ 2 ബോക്സിലും അല്ലേ, ഇവിടെ 2 ബോക്സിലും വരുന്നത് ഇതിൻ്റെ 2ൻ്റെയും ഗുണിതങ്ങളാണ്. സോ 20 × 5 × 2 അത് 2 പ്രാവശ്യം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബോക്സിലും അത് വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു. പ്ലസ് 5ൻ്റെ വർഗ്ഗം എന്ന് കൊടുക്കാം. അപ്പോൾ 2ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 20ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 20 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 100 × 2 200 പ്ലസ് 25. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 625 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 മെത്തേഡും എങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ദശാംശ രീതിയിൽ വരുന്ന സംഖ്യകളുടെ ഈ 2 മോഡലും എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു 2.3 ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 2.3 ആണെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാൻ നോക്കാം. ഈ 2.3-നെ നമ്മൾ ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ അതായത് ഒരു ദശാംശ സംഖ്യയിൽ ഈ പോയിൻറ്റിന് മുമ്പ് ഒരു സംഖ്യ ഉണ്ടാവും, ശേഷവും സംഖ്യ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 23 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 20 + 3 എന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ദശാംശ സംഖ്യകളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ദശാംശ സംഖ്യയുടെ ഫ്രണ്ടിലുള്ള സംഖ്യ പ്ലസ് ശേഷമുള്ള സംഖ്യ എന്ന രീതിയിലാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? 2 + 0.3. ഈ 0.3 എന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു 0 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2.03 എന്ന രീതിയിൽ എഴുതും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 കൊടുക്കുന്നു, ഇവിടെ 0.3 എന്ന് കൊടുക്കുന്നു, വീണ്ടും ഇവിടെ 2 കൊടുക്കുന്നു, ഇവിടെ 0.3 എന്ന് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ വരുന്നത് 2 × 2 ആണ്, അതായത് 4 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ബോക്സിലോട്ട് പോകുന്നു. 0.3 × 2 എന്നാണ് വരുന്നത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് 2 × 0.3 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ദശാംശ സംഖ്യയുടെ ഗുണനം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗുണനം വരുന്ന സമയത്ത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഗുണനം വരുന്ന സമയത്ത് ആ സംഖ്യേനെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. ആ പോയിൻറ്റിനെ നമ്മൾ മൈൻഡ് ചെയ്യരുത്, സംഖ്യേനെ മാത്രം മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ 2 × 3 6ആണല്ലോ വരുന്നത്, 6 എന്ന് കൊടുക്കാം. ഇനിയാണ് നമ്മൾ പോയിൻറ്റിലോട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പോയിൻറ്റുകളായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെയാണെങ്കിൽ ഒരു പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്. ആ സംഖ്യേനെ നമ്മൾ നോക്കുക. പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരിക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സംഖ്യ മാറ്റിയിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 1 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വേറെ സംഖ്യകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 0.6 കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0.6 എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ 2 × 0.3 എന്ന് പറയുമ്പോൾ എന്താണ്? 0.6 എന്ന് വരും.
ഓക്കെ, അതിനെ ഞാനിവിടെ എഴുതി 0.6. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബോക്സിനെ റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്? 0.3 ഇൻറ്റു 2, അതായത് 2 ഇൻറ്റു 3 ചെയ്യുന്നു 6 കിട്ടും. ഇവിടെ പോയിൻറ്റിന് ശേഷം ഒറ്റ സംഖ്യയാണുള്ളത്, സോ നമ്മൾ 0.6 എന്ന് കൊടുത്തു. ഇനി വരുന്നത് നോക്കിയേ, 0.3 ഇൻറ്റു 0.3. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ദശാംശ സംഖ്യ ആയതുകൊണ്ട്, അഥവാ നമ്മുടെ ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് പോയിൻറ്റിനെ നമ്മൾ മൈൻഡ് ആക്കരുത്. ഗുണിക്കുന്ന സമയത്ത് അതില്ലാണ്ട് നമ്മൾ ഗുണിക്കാം. പോയിൻ്റ് ഇല്ലാണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു 3 9 എന്ന് വരും. ഇനി ഇവിടെ ഒരു പോയിൻറ്റിന് ശേഷം ഒരു നമ്പറുണ്ട്, ഇവിടെയും ഒരു നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ 2 നമ്പേഴ്സ് മാറ്റിയിട്ട് വേണം നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ. അത് ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 0 കൂടെ ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. ഇവിടെ ഒരു 0യും കൂടെ ചേർക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മളവിടെ ഒരു 0 ചേർത്തതെന്ന് വെച്ചാൽ അത് ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. നമുക്ക് ഗുണിച്ച സമയത്ത് ഒരു സംഖ്യ മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു 0 നമ്മുടെ വകയായിട്ട് നമ്മളവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.09 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു 0.09. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടെ 4 ഉണ്ട്, 0.6 ഉണ്ട്, 0.6 ഉണ്ട്, 0.09 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഡെസിമൽ നമ്പർ ഇല്ല, അതായത് ഒരു പോയിൻ്റ് ചേർന്നിട്ടുള്ള നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സംഖ്യയ്ക്കും കൂടെ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് 4.00, ആ സംഖ്യയ്ക്ക് ശേഷം 0 ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് 0.6 പ്ലസ് 0.6 ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പോയിൻറ്റുകളൊക്കെ ഒരേ ലെവലിൽ വരണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിൽ തന്നെ തട്ടിയിട്ട് വേണം വരാൻ. അപ്പോൾ 0.06, വീണ്ടും എന്ത് വരുന്നുണ്ട്? 0.06, പിന്നെ വരുന്നത് 0.09 എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമ്മളത് എഴുതാനും. അപ്പോൾ ഇവിടെ നോക്കിയ പോയിൻറ്റുകളൊക്കെ ഒരേ ലെവലിൽ വരുന്നില്ലേ? ഇങ്ങനെ എഴുതിയിട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊന്ന് കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 0.6 ഇല്ല അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പർ ഉണ്ടായിരുന്നു 4 ആണ്, പ്ലസ് 0.6 ആണ് അല്ലേ. യെസ്, നേരത്തെ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. പ്ലസ് 0.09 ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിതിനെ ആഡ് ചെയ്ത് നോക്കും. 9, 6 + 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതിൽ 2 നമ്മളിവിടെ ഇടും, പിന്നെ 1 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കും അല്ലേ. 4 + 1 എന്ന് പറഞ്ഞാൽ 5. പോയിൻ്റ് ആൻസറിൽ ഒരേ ലെവലിൽ വരും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 5.29 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇവിടെ 4 ആണ്, ഇവിടെ 0.6 ആണ്, ഇവിടെയും 0.6 കിട്ടി, ഇവിടെ 0.09 കിട്ടി അല്ലേ. നമ്മളപ്പോൾ ഇവിടെ ചെയ്ത ഒരു സംഖ്യ നോക്കിയാൽ 2.3 എന്നായിരുന്നു ആ സംഖ്യ അല്ലേ. അപ്പോൾ 2.3 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കി ആദ്യ നമ്പർ എന്ന് പറഞ്ഞാൽ യെസ്, ഇവിടെ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഈ 2 + 0.3 എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യ നമ്പറിൻ്റെ വർഗ്ഗമാണ് ഇവിടെ വരുന്നത്, പിന്നെ രണ്ടാമത്തെ 0.3യുടെ വർഗ്ഗമാണ് ഇവിടെ വരുന്നത് അല്ലേ. അത് രണ്ടും ഗുണിക്കുന്നതാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 2 ഗുണിക്കുന്നത് 2 തവണ ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്കിതിനെ ഫോർമുല മെത്തേഡിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് 2.3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 + 0.3 എന്ന് നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ നമ്പർ 2 ആണ്, 2ൻ്റെ വർഗ്ഗം പ്ലസ് ഇനി തമ്മിൽ ഗുണിക്കുക 2 ഇൻറ്റു 0.3 ഇൻറ്റു 2 പ്ലസ് 0.3ൻ്റെ വർഗ്ഗം 4, 2 ഇൻറ്റു 0.3, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4, 4 ഇൻറ്റു 3 12 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 12 എന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ രണ്ടിലും ഇവിടെ രണ്ടിടത്തും എന്തില്ല? പോയിൻ്റ് വരുന്നില്ല, ഇവിടെ ഒരു പോയിൻ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നമ്പർ മാറ്റിയിട്ടാണല്ലേ ആ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.3 എന്ന് വരും, പ്ലസ് 0.3ൻ്റെ വർഗ്ഗം 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 ആണ്. 2 സംഖ്യകൾ വരുന്നുണ്ട് അല്ലേ. 0.3 ഇൻറ്റു 0.3 എന്ന് പറയുമ്പോൾ 2 സംഖ്യകൾ വരുന്നുണ്ട്. സോ നമുക്ക് 0.09 എന്ന് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് കിട്ടുന്നത്? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.29 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ, സെറ്റാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളിൽ നമ്മൾ വർഗ്ഗം കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡുകൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ താങ്ക് യു.